ഏഷ്യാകപ്പിൽ പാകിസ്ഥാൻ 6 വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി എൽദോ പോൾ പുതുശ്ശേരി ചേരുന്നുണ്ട്. എൽദോ, മത്സരം എങ്ങനെ പുരോഗമിക്കുന്നു? എന്തൊക്കെയാണ് വിവരങ്ങൾ? അനുശ്രീ, പാകിസ്ഥാൻ ഇപ്പോൾ 7ാമത്തെ വിക്കറ്റ് നഷ്ടമാകുന്നു എന്നുള്ള സംശയത്തിലാണ് നിലവിലുള്ളത്. പാകിസ്ഥാന്റെ 7ാമത്തെ വിക്കറ്റ് വീഴുന്നു എന്ന് തോന്നുന്നു. കുൽദീപ് യാദവ് എറിഞ്ഞ പന്തിൽ അവിടെ ഇപ്പോൾ റിവ്യൂ നൽകിയിരിക്കുകയാണ്. ഒരുപക്ഷെ അത് ഒരു ബാറ്റ് ടച്ച് ഉണ്ടെന്ന് തോന്നുന്നു. എന്നാൽ LBW അപ്പീലാണെന്ന് തോന്നുന്നു. എന്നാലും പാകിസ്ഥാൻ 6 വിക്കറ്റുകൾ നഷ്ടമായി എന്നുള്ളതാണ് ശ്രദ്ധേയം. പാകിസ്ഥാന്റെ ഗംഭീര തുടക്കമായിരുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ഒരു വിക്കറ്റ് പോലും നഷ്ടമാകാതെ 84 റൺസ് എടുത്ത പാകിസ്ഥാൻ പിന്നീട് ഇപ്പോൾ തകർന്നടിയുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ 6 വിക്കറ്റ് 133 നിലയിലേക്ക് ഒരു ഘട്ടത്തിൽ വീണു. ഇപ്പോൾ പാകിസ്ഥാന്റെ 7ാമത്തെ വിക്കറ്റിനായുള്ള അപ്പീലാണ് ഇപ്പോൾ കണ്ടത്. പക്ഷേ ഡിസിഷൻ റിവ്യൂ സിസ്റ്റം പ്രകാരം അത് ഇല്ല, ആ വിക്കറ്റ് അനുവദിച്ചിട്ടില്ല. കുൽദീപ് യാദവിന്റെ പന്തിൽ ഷഹീൻ ഷാ അഫ്രീദിയുടെ LBW അപ്പീലാണ് ആദ്യം അമ്പയർ ഔട്ട് പിടിച്ചത്. പക്ഷേ ഇപ്പോൾ അത് DRS പ്രകാരം ഔട്ടല്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാലും ഇന്ത്യൻ സ്പിന്നർമാർക്ക് മുന്നിൽ പാകിസ്ഥാന്റെ മധ്യനിര ഒരിക്കൽ കൂടി തകർന്നടിയുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്ത്യൻ സ്പിന്നർമാരാണ് 6 വിക്കറ്റുകൾ വീഴ്ത്തിയത്. അതായത് വരുൺ ചക്രവർത്തി ആദ്യം ബ്രേക്ക് നൽകുന്നു, പിന്നാലെ അക്സർ പട്ടേലും കുൽദീപ് യാദവും ഒപ്പം കൂടുന്ന കാഴ്ച. 3 സ്പിന്നർമാരും 2 വിക്കറ്റ് വീതം സ്വന്തമാക്കി. ഇന്ത്യയുടെ തിലക് വർമ്മയ്ക്കും ശിവൻ ദുബൈക്കും ജസ്പ്രീത് ബുംറയ്ക്കും വിക്കറ്റ് നേടാൻ കഴിയാതെ പോയപ്പോൾ സ്പിന്നർമാർ ചേർന്ന് പാകിസ്ഥാന്റെ മധ്യനിരയെ കൃത്യമായി തകർക്കുകയാണ്. പവർ പ്ലേയിൽ ഗംഭീരമായി കളിച്ച പാകിസ്ഥാനെ പിന്നീട് മധ്യ ഓവറുകളിലേക്ക് എത്തിയപ്പോൾ പിടിച്ചു കെട്ടുകയാണ് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചുവല്ലോ, 10 ഓവറിൽ 84 റൺസ് എടുത്ത പാകിസ്ഥാൻ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 17ാമത്തെ ഓവറിലെ 2ാം പന്തിൽ നിൽക്കുമ്പോൾ 134 റൺസ് എന്ന നിലയിലാണ്. അതായത് പാകിസ്ഥാൻ വിചാരിച്ച ഒരു ടോട്ടലിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നുറപ്പായി. ഇനി അതുമല്ലെങ്കിൽ അവസാനത്തെ 2 ഓവറുകളിൽ ഒരു വിസ്മയകരമായിട്ടുള്ള ബാറ്റിംഗ് പ്രകടനം പാകിസ്ഥാൻ ബാറ്റർമാരുടെ ഭാഗത്തുണ്ടാവണം. അത് മുഹമ്മദ് നവാസോ അല്ലെങ്കിൽ ഷഹീൻ ഷാ അഫ്രീദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ മാത്രമേ പാകിസ്ഥാൻ ഒരു വലിയ ടോട്ടലിലേക്ക് എത്താൻ കഴിയൂ എന്നുള്ളത് ഉറപ്പാണ്. എന്നാലും പാകിസ്ഥാൻ തകരുകയാണ്. പാകിസ്ഥാന്റെ മധ്യനിര ഇന്ത്യൻ സ്പിന്നർമാർക്ക് മുന്നിൽ വീണു. അനുശ്രീ, ശരി, ഏഷ്യാകപ്പിൽ പാകിസ്ഥാൻ 6 വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഇന്ത്യയുടെ വിജയത്തിനായുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ